കേരള സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി സർവീസായ കേരള സവാരിയുടെ ഗുഡ്വിൽ അംബാസഡർ സഞ്ജു സാംസൺ. 2026 ഫെബ്രുവരിയിൽ ടെക്നോ പാർക്കിൻ്റെ CEO ആയി നിയമിതനായത് സന്ദീപ് കുമാർ. സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ആശ്രിത സഹായധന പദ്ധതി രക്ഷാകവചം പദ്ധതി. US ടെക് ഭീമൻ മെറ്റയ്ക്ക് കീഴിലെ മെസ്സേജിംഗ് ആപ്ലിക്കേഷനായ വാട്സാപ്പിന് 2026 ഫെബ്രുവരിയിൽ നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം റഷ്യ. പ്രാദേശിക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി ആർട്ടിക് സെൻട്രി എന്ന പേരിൽ പുതിയ ആർട്ടിക് ദൗത്യം ആരംഭിച്ച സംഘടന നാറ്റോ. രാഷ്ട്രീയ അസ്ഥിരത തുടരുന്ന ബൾഗേറിയയിൽ ഇടക്കാല പ്രധാനമന്ത്രിയായി നിയമിതനായത് ആൻഡ്രി ഗെയ്റോവ്. സ്റ്റാൻഡേർഡ് സർവകലാശാലയുടെ 2025 ഗ്ലോബൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വൈബ്രൻസി റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 3. US, ചൈന എന്നിവയാണ് ആദ്യ 2 സ്ഥാനങ്ങളിൽ. MLAമാരുടെ ഹാജർ രേഖപ്പെടുത്തുന്നതിനായി AI അധിഷ്ഠിത മുഖം തിരിച്ചറിയൽ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭ ആന്ധ്രാപ്രദേശ്. ഗിഫ്റ്റ് സിറ്റി ഗുജറാത്ത് ഇൻ്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റിയുടെ ചെയർമാനായി നിയമിതനായത് ഉദയ് കോട്ടക്. മികച്ച അടിസ്ഥാന സൗകര്യ വികസനങ്ങളോടെ കേരളത്തിലെ ആദ്യത്തെ സമഗ്ര അന്തർദേശീയ വിദ്യാലയമായി മാറിയ സ്കൂൾ മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, കണ്ണൂർ.